ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞങ്ങളുടെ കണ്ണൂർ സൈഡിലെ കല്യാണ സദ്യകളിലും വിഷു, ഓണം അതുപോലെയുള്ള എല്ലാ ആഘോഷങ്ങളിലും തയ്യാറാക്കിയെടുക്കുന്ന ട്രഡീഷണൽ സ്റ്റൈലിലുള്ള ചെറുപയർ പരിപ്പ് പ്രഥമൻ്റെ റെസിപ്പി ആയിട്ടാണ്. ശരിക്കും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാ ടിപ്സും ഇൻക്ലൂഡ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ സദ്യക്ക് കിട്ടുന്ന സെയിം രുചിയിൽ നിങ്ങൾക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി ഞാൻ കഴിഞ്ഞ വർഷം അപ്ലോഡ് ചെയ്തിട്ട് എനിക്ക് നല്ല റെസ്പോൺസ് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു റെസിപ്പി ആയിരുന്നു. പക്ഷേ അതിനകത്ത് ലൈറ്റിങ്ങിൻ്റെ ഒക്കെ ഒരു പ്രോബ്ലം കൊണ്ട് ഞാൻ ആ ഒരു വീഡിയോ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു റെസിപ്പി ആയതുകൊണ്ട് തന്നെയാണ് അത് വീണ്ടും ഞാനൊന്ന് റീപോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും കാണാത്തവർ കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് അതൊന്ന് ചൂടാക്കിയെടുക്കാം. ചൂടായി വന്നതിന് ശേഷം എപ്പോഴും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ ഇതിനകത്തോട്ടേക്ക് ചെറുപയർ പരിപ്പ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നതിൻ്റെ അളവ് എന്ന് പറയുന്നത് 300 ഗ്രാം ചെറുപരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഈ 300 ഗ്രാമിൽ ഞാൻ മുഴുവൻ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടില്ല. അതായത് ഒരു കപ്പാണ്, നിങ്ങളിപ്പോൾ ഒരു കപ്പിനകത്തോട്ട് ഇട്ട് കൊടുത്താൽ അതിൻ്റെ പകുതി ഭാഗം, പകുതി മാത്രം നമ്മൾ ആദ്യം ഒന്ന് വറുത്തെടുക്കണം. ഇതാണ് ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടിപ്പ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു സീക്രട്ട് എന്ന് പറയുന്നത് തന്നെ ഇതാണ്. അതായത് നമ്മൾ ഒരു കപ്പ് പരിപ്പ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പകുതി ആദ്യം പാനിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വറുത്തെടുക്കുന്ന ആ ഒരു പാകമാണ് നമ്മൾക്ക് അറിയേണ്ടത്. ആദ്യം നമ്മൾ വറുത്തെടുക്കുന്ന പരിപ്പിൻ്റെ പാകം എന്ന് പറയുന്നത് ഇതൊന്ന് ജസ്റ്റ് കളറ് മാറിയിട്ട് ഒരു ഗോൾഡൻ കളറായിട്ട് ഒരു കുറച്ചുകൂടി ഒരു ഷെയ്ഡ് വരുന്ന രീതിയിൽ വേണം നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരിക്കലും നമ്മുടെ പരിപ്പ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഒരിക്കലും കറുപ്പ് കളറിലോട്ടേക്ക് പോകരുത്. ഇപ്പോൾ ഉള്ള ഇതിൻ്റെ ഒരു കളർ കണ്ടില്ലേ, ചെറിയൊരു ലൈറ്റായിട്ടുള്ള ബ്രൗൺ ഷെയ്ഡ് വരുന്ന ആ ഒരു പാകത്തിന് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ വറുത്ത് റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ പാനിനകത്ത് വെക്കരുത്. അപ്പോൾ പിന്നെ അത് കറുപ്പടിച്ചു പോകും. നമുക്കൊരു പ്ലേറ്റിനകത്തോട്ടേക്ക് ഇതൊന്ന് മാറ്റാം. അതങ്ങ് മാറ്റിയതിന് ശേഷം അതേ പാനിലോട്ടേക്ക് തന്നെ നമ്മൾ ബാക്കി മാറ്റി വെച്ചിട്ടുള്ള പരിപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ നമ്മൾ 300 ഗ്രാം പരിപ്പാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന ഈ ഒരു പരിപ്പ് നമ്മൾ ആ ഒരു നേരത്തെ മൂപ്പിച്ച് അത്രയും കളർ ഷെയ്ഡ് വരുന്ന രീതിയിൽ ഒരിക്കലും വറുത്തെടുക്കരുത്. ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് ഒന്ന് ചൂടായിട്ട് ആ ഒരു പച്ചമണം ജസ്റ്റ് മാറി കിട്ടിയാൽ മതി. കളർ ഷെയ്ഡ് മാറുന്നത് വരെ ഒരിക്കലും തയ്യാറാക്കി എടുക്കരുത്. ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കുന്ന സമയത്താണ് നമ്മുടെ പരിപ്പ് പ്രഥമന് നല്ലൊരു കൊഴുപ്പും അതുപോലെ തന്നെ ഇടയ്ക്ക് ആ ഒരു നമ്മൾ സദ്യകളിലൊക്കെ കിട്ടുന്ന പരിപ്പ് ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുന്നൊക്കെ രീതിയിൽ ശരിക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ കഴിയുക. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിനകത്തോട്ടേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ നമ്മൾ ആദ്യം വറുത്തെടുത്ത പരിപ്പാണ് ചെറിയൊരു കളർ ഷെയ്ഡിൽ കാണുന്നത്. മുകൾ ഭാഗത്ത് കാണുന്നത് നമ്മൾ രണ്ടാമത് വറുത്തെടുത്തിട്ടുള്ള പരിപ്പാണ് കേട്ടോ. ഇനി നമ്മളിത് നല്ലതുപോലെ കഴുകി വെള്ളം വാർന്നതിന് ശേഷം ഞാനിപ്പോൾ ഒരു പ്രഷർ കുക്കറിനകത്താണ് ചെയ്തെടുക്കുന്നത്. കുറച്ചുകൂടി എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ വേണമെങ്കിൽ അല്ലാതെയും നിങ്ങൾക്ക് വേവിച്ചെടുക്കാം. ഇനി ഇതിനകത്തോട്ടേക്കുള്ള മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 1 ടീസ്പൂണോളം നെയ്യ് നമ്മൾ ചേർത്ത് കൊടുക്കണം. ഇതിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കും നമ്മൾ പരിപ്പ് വേവിക്കുന്ന സമയത്ത് നെയ്യ് ചേർക്കുകയാണെങ്കിൽ. അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് ഇതിൻ്റെ മുകൾ ഭാഗത്തോട്ടേക്ക് വരുന്ന രീതിയിൽ മാത്രം ഒന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിന് മാത്രം വേണം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളത്തിൻ്റെ അളവ് ഒരിക്കലും കൂടിപ്പോകരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം അടച്ചു വെച്ചിട്ട് ഒരു 2 വിസിലടിച്ചിട്ട് കംപ്ലീറ്റ് പ്രഷർ പോകാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ടേക്ക് ആവശ്യമായിട്ടുള്ള ശർക്കര ഉരുക്കിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് 300 ഗ്രാം ചെറുപരിപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ശർക്കരയുടെ അളവ് എന്ന് പറയുന്നത് 500-550 ഗ്രാമോളം നല്ല കറുപ്പ് കളറുള്ള ശർക്കര വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് ആ സദ്യകളിലൊക്കെ കിട്ടുന്ന പായസത്തിൻ്റെ അതേ കളറിലും ആ ഒരു ടെക്സ്ചറിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കഴിയുക. അപ്പോൾ നിങ്ങളൊരു 1/2 കിലോ പരിപ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ 750 ഗ്രാമെങ്കിലും ശർക്കര എടുക്കുമ്പോഴാണ് നല്ല രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കഴിയുക. ഇനി ഇത് നല്ലതുപോലെ ഉരുക്കിയെടുത്ത് ഇത് ശരിക്കൊന്ന് അരിച്ചെടുക്കും. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് അരിച്ചെടുത്തിട്ട് ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ പരിപ്പ് പെട്ടെന്ന് തന്നെ നമുക്ക് വെന്തിട്ട് ഇത് വിസിലൊക്കെ പ്രഷറൊക്കെ കംപ്ലീറ്റ് പോയിട്ടുണ്ട്. ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിനകത്ത് വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് അങ്ങനെ ഇല്ല, ചെറുതായിട്ട് മാത്രമേ ഉള്ളൂ. ഇതുപോലെ നമ്മൾ വേണം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനകത്തുള്ള പരിപ്പ് കണ്ടില്ലേ, പകുതി ഭാഗം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, പകുതി ചെറുതായിട്ട് നമുക്ക് കടിക്കാൻ കിട്ടുന്ന ആ ഒരു രീതിയിലാണുള്ളത്. അപ്പോൾ ഇനി ഇതൊരു പാത്രത്തിനകത്തോട്ടേക്ക് മാറ്റാം. പാത്രത്തിനകത്തോട്ടേക്ക് ഞാൻ ആ മുഴുവൻ പരിപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമ്മൾ നേരത്തെ അരിച്ചെടുത്ത് മാറ്റി വെച്ചില്ല ആ ഒരു ശർക്കര പാനിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ എക്സ്ട്രാ വെള്ളമോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കരുത്. ഈ ഒരു ശർക്കര പാനിയുമായിട്ട് ചേർന്ന് നന്നായി മിക്സ് ചെയ്ത് തിളപ്പിച്ചിട്ട് വേണം ഈ ഒരു പായസം തയ്യാറാക്കിയെടുക്കണം. അതാണ് ഇതിൻ്റെ ഏറ്റവും ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ശർക്കരപ്പാനി ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ തവി വെച്ചിട്ട് ഇതുപോലൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ഏകദേശം ഒരു 20 മിനിറ്റോളം നമ്മൾ ഇതുപോലെ അങ്ങ് കുക്ക് ചെയ്യണം. അതായത് ഈ ശർക്കരപ്പാനി കുറച്ചൊരു ലൂസായിട്ടുള്ള ഒരു പാകത്തിനായിരിക്കും ഉണ്ടാവുക. ഇത് നമ്മുടെ ചെറുപരിപ്പായിട്ട് നന്നായി ചേർന്ന് വരുമ്പോഴാണ് നമ്മുടെ പായസത്തിന് ഏറ്റവും രുചി കിട്ടുക. ഇതിപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 15 മിനിറ്റിന് ശേഷമുള്ളതാണ്. ഒന്നങ്ങ് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഒത്തിരി വറ്റി
വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല, പക്ഷെ നല്ലൊരു കൊഴുപ്പോട് കൂടിയുള്ളൊരു പാകമാകണം. അപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റൊക്കെ കഴിയുന്ന സമയത്ത് ഇതിനകത്തോട്ടേക്ക് നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കണം. നെയ്യ് ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കും. ഞാനിപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ചേർത്തതിന് ശേഷം വീണ്ടും നമ്മൾ ഇളക്കി കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് കൂടി നമ്മൾ ചെയ്തെടുക്കാം. ഒരു 15 മിനിറ്റിന് ശേഷം നെയ്യ് ചേർക്കുക, എന്നിട്ട് ഒരു 10 മിനിറ്റ് കൂടി വീണ്ടും അതേ രീതിയിൽ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ പരിപ്പൊക്കെ കണ്ടില്ലേ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ടേക്ക് ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ടോട്ടൽ 2.5 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് ഈ ഒരു പാകം എത്തുമ്പോഴേ വേണം നമ്മൾ ഇതിനകത്തോട്ടേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ തേങ്ങാപ്പാലിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു തേങ്ങ ചിരകിയതിൻ്റെ വലിയ തേങ്ങയാണ് കേട്ടോ, ഒരു വലിയ തേങ്ങ ചിരകിയതിൻ്റെ 2ാം പാലും 1ാം പാലും എടുത്ത് വെച്ചിട്ടുള്ളതാണ്. 2ാം പാലിൻ്റെ അളവ് എന്ന് പറയുന്നത് ഏകദേശം 1.5 കപ്പോളം വരും. അപ്പോൾ 2ാം പാലാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 2ാം പാൽ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ പായസം ഒന്ന് ലൂസായിട്ടുള്ള ഒരു വെള്ളം പോലെയുള്ള ഒരു പാകത്തിനകത്തോട്ടേക്കാണ് കിട്ടുക. ഇനി ഈ 2ാം പാലിൽ കിടന്നിട്ട് ഇത് നന്നായിട്ട് തിളക്കണം. തിളച്ചിട്ട് ഒത്തിരി കുറുക്കിയെടുക്കാനും പാടില്ല, ലൂസായിട്ടുള്ള പാകത്തിനും പാടില്ല, ഒരു മീഡിയം വരുന്ന രീതിയിൽ നമ്മൾ ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഇതിനകത്തോട്ടേക്ക് കുറച്ച് ഏലക്കയുടെ കുരു മാത്രം എടുത്തിട്ട് പഞ്ചസാരയും ചേർത്ത് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം. അതുപോലെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഏലക്കപ്പൊടിയായിട്ട് കയ്യിലുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത്. അപ്പോൾ 2ാം പാൽ ചേർത്തതിന് ശേഷം നമ്മൾ തവി വെച്ചിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. എന്നിട്ട് ഇതിനെ ഒന്ന് കുറുക്കിയെടുക്കുക. ആ വെള്ളം പോലെ മുകൾ ഭാഗത്ത് കാണുന്ന ആ ഒരു ഇത് മാറിയിട്ട് കുറച്ച് നല്ല കൊഴുപ്പോട് കൂടി വരുന്ന രീതിയിൽ വേണം നമ്മൾ ചെയ്തെടുക്കാൻ. ഇപ്പോൾ ആ ഒരു ടെക്സ്ചറൊക്കെ മാറി കണ്ടില്ല. ഇപ്പോൾ ഒരു 30-35 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഒരു 35 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും ഇത് നല്ലൊരു പാകത്തിനകത്തോട്ടേക്ക് മാറിയിട്ടുണ്ട്. ഒരിക്കലും വറ്റിച്ചെടുക്കുന്ന രീതിയിൽ ചെയ്തെടുക്കരുത്. ഒരു അത്യാവശ്യം ഇതിനകത്തൊരു നല്ലൊരു തിക്കായിട്ട് വരുന്ന രീതിയിൽ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതിനുശേഷം ഒരു 35 മിനിറ്റിന് ശേഷമാണ് ഞാനിപ്പോൾ ഇതിനകത്തോട്ട് തേങ്ങയുടെ 1ാം പാല് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങയുടെ 1ാം പാലിൻ്റെ അളവ് എന്ന് പറയുന്നത് ഏകദേശം 1/2 കപ്പാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ 1ാം പാല് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരിക്കലും ഇത് നമ്മുടെ പായസം തിളപ്പിച്ചെടുക്കരുത്. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിനകത്തോട്ടേക്ക് വറുത്ത് ചേർക്കുന്നതിനായിട്ട് ഒരു പാത്രം വെച്ച് ചൂടായി വരുമ്പോൾ അതിനകത്തോട്ടേക്ക് ഒരു ഇത്തിരി നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിന് ടേസ്റ്റ് കൊടുക്കുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് തേങ്ങാക്കൊത്താണ്. അപ്പോൾ അത് ആവശ്യാനുസരണം ഉപയോഗിക്കാം കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് തേങ്ങാക്കൊത്ത് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് കളർ മാറിയാൽ മതി. ചെറുതായിട്ട് ആ ഒരു കളർ വറുത്തെടുക്കുന്ന ഒരു പാകം അറിയാമല്ലോ, ആ ഒരു പാകം ആകുന്ന സമയത്ത് ഇതിനകത്തോട്ടേക്ക് ആവശ്യാനുസരണം കശുവണ്ടി പരിപ്പും ഉണക്കമുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾ ഒത്തിരി ക്വാണ്ടിറ്റിയിലൊക്കെ പായസം ഉണ്ടാക്കി 2-3 ദിവസമൊക്കെ നിങ്ങൾക്ക് സൂക്ഷിക്കണം എന്നൊക്കെ ആണെങ്കിൽ ഈ ഉണക്കമുന്തിരി ചേർക്കുന്നത് ഒഴിവാക്കുന്നതാണ് ഒന്നുകൂടി നല്ലത്. കാരണം ഉണക്കമുന്തിരി ചേർത്ത് നമ്മൾ കുറേ ദിവസം വെക്കുകയാണെങ്കിൽ പായസത്തിന് പെട്ടെന്നൊരു പുളിപ്പ് രസം വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഒത്തിരി ക്വാണ്ടിറ്റിയിലൊക്കെ നമ്മൾ ഫ്രിഡ്ജിനകത്തൊക്കെ നമുക്ക് പ്രഥമൻ വെച്ച് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തെടുക്കുന്നതാണെങ്കിൽ ഉണക്കമുന്തിരി അങ്ങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ നമുക്ക് ഒത്തിരി നാൾ സൂക്ഷിക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ പായസത്തിൻ്റെ ഒരു പാകം കണ്ടോ, നല്ല ഒരു കളറിൽ കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഇടയ്ക്ക് ചെറിയ പരിപ്പിൻ്റെ കഷ്ണങ്ങളുണ്ട്. അപ്പോൾ ശരിക്കും നല്ലൊരു രീതിയിൽ നല്ല കൊഴുപ്പോട് കൂടി തന്നെ നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ടേക്ക് നമ്മുടെ ഈ വറുത്ത് വെച്ചിരിക്കുന്ന മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ അപ്പം തന്നെ ഉപയോഗിക്കരുത്. ഒരു 10-15 മിനിറ്റെങ്കിലും അടച്ചു വെക്കുക. അടച്ചു വെച്ചതിന് ശേഷം വേണം നമ്മൾ സെർവ് ചെയ്യാൻ. അപ്പോഴാണ് ആ നെയ്യുടെയും ഉണക്കമുന്തിരിയുടെ അതിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ നല്ല ടേസ്റ്റ് ഉണ്ടാകുക. ഇപ്പോൾ നമ്മുടെ പായസം ഞാൻ കുറച്ചൊന്ന് നമ്മുടെ ഇലയിലോട്ടേക്ക് ഒന്ന് വിളമ്പുന്നുണ്ട്. ശരിക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ പരിപ്പൊക്കെ ഈ ഒരു പാകത്തിന് ഇതുപോലൊന്ന് വറുത്തെടുത്ത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ശരിക്കും സദ്യകളിൽ അതേ രുചിയിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും തീർച്ചയായും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ നല്ലൊരു വെറൈറ്റി ഡിഷുമായി കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.